നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായ്ക്കളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാൻ തീരുമാനം. നാളെ കർക്കിടകം 1. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. CCTVയിൽ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 കർക്കിടക പുണ്യം രാമായണം പാരായണവും പ്രഭാഷണവും സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുൻപ് ഭാഗികമായി തുറന്നു കൊടുക്കുവാൻ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 80% പൂർത്തിയായി. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കാലാവധി ആഗസ്റ്റ് 21 വരെ നീട്ടി നൽകി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായകളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് തീരുമാനം. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഏതെങ്കിലും മൃഗത്തിന് രോഗം പടർത്താൻ കഴിയുന്ന തരത്തിൽ അസുഖമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ബോധ്യപ്പെട്ടാൽ അത്തരം രോഗം നിയന്ത്രിക്കുവാനായി അവയെ ദയാവധത്തിന് വിധേയമാക്കുവാൻ 2023 അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ റൂളിൽ അനുമതി നൽകുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. മൃഗത്തിന് മാരകമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യസ്ഥിതി ദയനീയമായ അവസ്ഥയിലാണെന്നോ വെറ്റിനറി വിദഗ്ധൻ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ദയാവധത്തിന് വിധേയമാക്കാം. ഈ നിയമം ഉപയോഗപ്പെടുത്തുവാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസമായാണ് അറിയപ്പെടുന്നത്. കോരിച്ചൊരിയുന്ന പെരുമഴ, ജോലിയും കൂലിയുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ, പലവിധ രോഗങ്ങൾ പിടിപെടുന്ന കാലം. ഇതൊക്കെയാണ് കർക്കിടകത്തെ ദുർഘടമാക്കി മാറ്റുന്നത്. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാനായി പൂർവികർ ഈ മാസം രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങി. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച വ്രതശുദ്ധിയോടെ ശ്രീരാമനെ ഭജിക്കുന്നതിലൂടെ സർവ്വവിഷമതകളും തീരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിനാൽ ക്ഷേത്രങ്ങളിലും വീടുകളിലുമെല്ലാം രാമായണശീലുകളാൽ ചൈതന്യപൂരിതമാകും. ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസം ആചരിച്ചു വരുന്നുണ്ട്. രാമായണ മാസത്തിലെ നാലമ്പല ദർശനവും പുണ്യമാണ്. ദശരഥൻ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ സർവ്വദുരിതങ്ങളും അകലുമെന്നാണ് വിശ്വാസം. ആയുരാരോഗ്യത്തിനും പ്രാധാന്യമുള്ളതാണ് കർക്കിടക മാസമെന്ന് ആയുർവേദവും അനുശാസിക്കുന്നു. കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾ നടത്തുന്നതിലൂടെ അടുത്ത 1 വർഷം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കർക്കിടക കഞ്ഞിയാണ്. പലവിധ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി സേവിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും ഉന്മേഷവും ഊർജവും ലഭിക്കും. കൂടാതെ ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, പഞ്ചകർമ്മ തുടങ്ങിയുള്ള ആയുർവേദ ചികിത്സകൾക്കെല്ലാം തിരഞ്ഞെടുക്കുന്നതും കർക്കിടക മാസമാണ്. പിതൃതർപ്പണത്തിനും ഏറെ വിശേഷപ്പെട്ട ദിവസം കർക്കിടകത്തിലെ വാവാണ്. കർക്കിടക വാവിന് പൂർവികർക്ക് ബലിയർപ്പിച്ചാൽ ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ വ്രതശുദ്ധിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ആയുരാരോഗ്യത്തിന്റെയും ചിട്ടയോടെയുള്ള 1 മാസക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ചിങ്ങമാസത്തെ കേരളക്കര വരവേൽക്കും. കർക്കിടക മാസത്തോടനുബന്ധിച്ച് കർക്കിടക പുണ്യം രാമായണ പാരായണവും പ്രഭാഷണവും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. ഗുരുവായൂർ മണികണ്ഠ വാര്യരാണ് പ്രഭാഷകൻ.
സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 19-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച മുതൽ വരുന്ന ഞായറാഴ്ച വരെ മത്സ്യബന്ധനം പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയാള നോവൽ സാഹിത്യത്തിലെ ഇതിഹാസ കഥാകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ എന്ന എഴുത്തുകാരൻ പി. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഒരുപറ്റം ആനകളുടെയും മനുഷ്യരുടെയും പച്ചയായ ജീവിതം ആവിഷ്കരിച്ച പുതൂരിന്റെ മാസ്റ്റർ പീസായ ഇതിഹാസ കൃതിയാണ് ആനപ്പകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചങ്ങരകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റിന്റെയും ഫൗണ്ടേഷൻ ഓഫ് ഗുരുവായൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 93-ാം ജന്മദിനാചരണവും ആനപ്പക നോവലിന്റെ ചർച്ചാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ വിധിചക്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പി. സുരേന്ദ്രൻ ചടങ്ങിൽ നിർവഹിച്ചു. KV ഇസ്ഹാബ് അധ്യക്ഷനായി. ഷാജി പുതൂർ, സോമൻ ചേമ്പ്രത്ത്, അബ്ദുട്ടി കൈതമുക്ക്, സജീവൻ നമ്പ്യത്ത്, AP ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. അരമണിക്കൂർ നീണ്ട ഉപരോധത്തിന് ഒടുവിൽ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ നീക്കി. പാർട്ടി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് റസാഖ് ആലുംപടി, ഒരുമനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷിഹാബ്, മുംതാസ് കരീം, സുബേറ റസാഖ്, നദീറ കുഞ്ഞുമുഹമ്മദ്, NK ഹുസൈൻ, ഗുരുവായൂർ നൌഷാദ്, നൌഫൽ പുന്ന എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യലംഘനമാണെന്ന് DGP നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ ADGP പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ല. പ്രശ്നങ്ങളുണ്ടായപ്പോൾ റവന്യൂ മന്ത്രി K. രാജൻ വിളിച്ചിട്ടും അജിത് കുമാർ ഫോണെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ADGPയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് DGPയായിരുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട്. പൂരം കലങ്ങിയതിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ADGPയുടെ ഔദ്യോഗിക വീഴ്ചയിൽ DGP അന്വേഷണം നടത്തിയത്. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണ് പൂരം നടക്കുമ്പോൾ അജിത് കുമാർ തൃശൂരിലെത്തിയത്. തൃശൂരിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകും സംഘാടകരുമായി വാക്കുതർക്കമുണ്ടായത് മന്ത്രി K. രാജൻ ADGPയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. രാത്രിയിൽ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ മന്ത്രി ആദ്യം വിളിച്ചത് ADGPയെയാണ്. തൃശൂരിലുണ്ടായ ADGP ഫോൺ എടുക്കുകയോ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുൻപ് ഭാഗികമായി തുറക്കുവാൻ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 80% പൂർത്തിയായിട്ടുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കാലാവധി ആഗസ്റ്റ് 21 വരെ നീട്ടി നൽകി. വാട്ടർ ATMകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യുമെന്ന് ഉറപ്പാക്കിയ ശേഷം AMC പുതുക്കിയാൽ മതിയെന്ന് തീരുമാനിച്ചു. ഷീലോഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്ന് കൊടുക്കാത്ത വിഷയം പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉന്നയിച്ചു. ജനറേറ്റർ സ്ഥാപിക്കുന്നതിലും മറ്റുമുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രവർത്തനം തുടങ്ങാൻ വൈകാൻ കാരണമെന്ന് ചെയർമാൻ വിശദീകരിച്ചു. പടിഞ്ഞാറേ നടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ CS സൂരജ് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. AM ഷെഫീർ, AS മനോജ്, KPA റഷീദ്, ബബിത മോഹൻ, ജീഷ്മ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. KSSPU ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി. മുതോട് ശിക്ഷക് സദനിൽ മിനി ഹാളിൽ നടത്തിയ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KA രമേഷ് കുമാർ സംസ്ഥാന പ്രസിഡന്റിനെ ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ നവാഗതരെ സ്വീകരിച്ചു. K. തങ്ക, MB പ്രമീള, K. ബാലമേനോൻ, KA വാസു, NP രാധാകൃഷ്ണൻ, PK ജേക്കബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK ബീന സ്വാഗതവും ട്രഷറർ MG ഹരിദാസ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്കായി PPE കിറ്റ് ഉപയോഗത്തിന്റെ ശരിയായ രീതി, ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി നമസ്തേ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ, പ്രിയ സജീഷ്,
ക്ലീൻ സിറ്റി മാനേജർ AV അജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ M അജിത്ത്, JHI PP വിഷ്ണു, മറ്റ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, സീവേജ്, സെപ്റ്റിക് ടാങ്ക്, സെപ്റ്റേജ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്: പുന്നയൂർക്കുളം ഇലക്ട്രിക്കൽ സെക്ഷന്റെ ലാൻഡ് ഫോൺ തകരാറിലായതിനാൽ പരാതികൾ അറിയിക്കുവാൻ ഉപയോക്താക്കൾ 94 96 00 96 57, മറ്റൊരു നമ്പർ 94 96 00 96 59 എന്ന നമ്പറിലേക്ക് വിളിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നമ്പർ ആവർത്തിക്കാം: 94 96 00 96 57, മറ്റൊരു നമ്പർ 94 96 00 96 59. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ നടീൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് നിർവഹിച്ചു. മറ്റം മാർക്കറ്റ് റോഡിന് സമീപത്താണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് MM ജോസ് അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ KK ബിജു, TI ജോബി, സിംസൺ കൂത്തൂർ, ജെൻസി ജെയ്സൺ, ഗ്ലോറി സജീവ്, ബാങ്ക് സെക്രട്ടറി CN രംഗീഷ്, ജീവനക്കാരായ പ്രശോഭ്, ജോയ്സി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെണ്ട, പയർ, വഴുതന, കുറ്റിയമര, മുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ഓണത്തിന് പദ്ധതിയുടെ ഭാഗമായി നടീൽ നടത്തിയത്. വായനയുടെ പ്രകാശം പരത്തി എടക്കഴിയൂർ CD സാഹിബ് ഹൈസ്കൂളിലെ ന്യൂസ് പേപ്പർ ബോയ് അഖിലാഷൻ. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ് വിദ്യാർത്ഥിയെ ഉപഹാരം നൽകി ആദരിച്ചു. ക്ലാസ് അധ്യാപിക പ്രിയങ്ക, കോർഡിനേറ്റർമാരായ സാൻഡി ഡേവിസ്, ജോൾസ്ന ടീച്ചർ, സഹപാഠികൾ എന്നിവർ സംബന്ധിച്ചു. അതിരാവിലെ നേരത്തെ സൈക്കിളുമായി ഇറങ്ങി പ്രമുഖ പത്രങ്ങളെല്ലാം വരിക്കാരുടെ വീടുകളിൽ എത്തിച്ച ശേഷമാണ് അഖിലാഷൻ സ്കൂളിലെത്തുന്നത്. കുരുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗം ചേർന്നു. സ്കൂൾ ഹാളിൽ ചേർന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് സജീവ് തരകൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TT ബീന, അധ്യാപകരായ ബിന്ദു ലാസർ, ജിസ്മി ജോസ്, ലിൻസൺ പുത്തൂർ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. 2025-2026 വർഷത്തെ PTA ഭാരവാഹികളായി CL ഡൊമിനിക് പ്രസിഡന്റ്, സജീവ് തരകൻ വൈസ് പ്രസിഡന്റ് എന്നിവരെയും MPTA ഭാരവാഹികളായി സുരഭി പ്രസിഡന്റ്, ഹാൻസി വൈസ് പ്രസിഡന്റ് എന്നിവരെയും തെരഞ്ഞെടുത്തു. കർഷക ദിനത്തിന്റെ ഭാഗമായി കാട്ടകമ്പൽ പഞ്ചായത്തും കൃഷിവകുപ്പും സംയുക്തമായി കർഷകരെ ആദരിക്കുന്നു. 11 വിഭാഗങ്ങളിലായിട്ടാണ് അവാർഡുകൾ ഉള്ളത്. കർഷകർ ജൂലൈ 26-നകം കൃഷി വിവരണങ്ങൾ സഹിതം അവാർഡിനുള്ള അപേക്ഷ കൃഷിഭവനിൽ നൽകണമെന്ന് കാട്ടകമ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ജൂലൈ 26 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,040 രൂപ, സ്വർണം പവന് 72,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചർമ്മം ചാവക്കാട് അമൃത സ്കൂളിന് കിഴക്ക് വശം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ കോഴിശ്ശേരി പരേതനായ കുഞ്ഞാമുണ്ണി മകൻ പുളിച്ചാറം വീട്ടിൽ ഉബൈദ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. കബറടക്കം മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സാറു ഭാര്യയും ഇമാമുദ്ദീൻ, ഇസ്മായിൽ, ബഷീർ, ജമീല, താഹിറ, ഷൈല എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തിയ സർക്കാർ. രോഗബാധിതരായ തെരുവുനായകളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് തീരുമാനം. നാളെ കർക്കിടകം 1 വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. CCTVയിൽ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 കർക്കിടക പുണ്യം രാമായണ പാരായണവും പ്രഭാഷണവും സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുൻപ് ഭാഗികമായി തുറന്നു നൽകുവാൻ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 80% പൂർത്തിയായി. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുന്നുള്ള
കാലാവധി ആഗസ്റ്റ് 21 വരെ നീട്ടി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.